ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്കൽ യൂണിറ്റ് ഓപ്പറേഷൻ ഇൻ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻ്റ് ആണ്. സോ എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് നമ്മളെ വേസ്റ്റ് വാട്ടറിനെ ഫ്രഷ് വാട്ടർ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ വേസ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ സോളിഡ് വേസ്റ്റ് ഉണ്ടായിരിക്കും ഇതിൻ്റെ അകത്ത്, അതുപോലെ തന്നെ ലിക്വിഡ് വേസ്റ്റും ഉണ്ടായിരിക്കും വേസ്റ്റ് വാട്ടറിൻ്റെ അകത്ത്. ഈ സോളിഡ് വേസ്റ്റ് തന്നെ വലിയ സോളിഡ് വേസ്റ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ വാട്ടറിൽ സസ്പെൻഡഡ് ആയി കിടക്കുന്ന മൈന്യൂട്ട് പാർട്ടിക്കിൾസ് വരെ ഉണ്ടായിരിക്കും. സോ നമുക്കിതിനൊക്കെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഈ വാട്ടറിനെ ഫ്രഷ് ഫോമിലോട്ടാക്കി മാറ്റണം. അതിന് കുറച്ച് പ്രോസസ്സുകൾ ഉണ്ടായിരിക്കും. അതാണ് സ്ക്രീനിങ്, സെഡിമെൻറ്റേഷൻ, ഫ്ലോ ഇക്വലൈസേഷൻ ആൻഡ് ഫ്ലോട്ടേഷൻ. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് വേസ്റ്റ് വാട്ടർ ഉണ്ട്, അതിൽ കുറച്ച് വലിയ പാർട്ടിക്കിൾസ് ഉണ്ട്, വലിയ സോളിഡ് പാർട്ടിക്കിൾസ്, പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ വുഡൻ പീസസ്, ലീവ്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതാണ് റിമൂവ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ സ്ക്രീനിങ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു സ്ക്രീൻ വെക്കുന്നു, നെറ്റ് ലൈക്ക് ഒരു സ്ക്രീൻ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നല്ല ഒരു വേസ്റ്റ് വാട്ടർ കിട്ടും. ഈ വേസ്റ്റ് വാട്ടറിൻ്റെ അകത്ത് പിന്നെ നമുക്ക് അതിൽ ഡിസോൾവ്ഡ് ആയി കിടക്കുന്ന, അതുപോലെ അതിൽ സസ്പെൻഡഡ് ആയി കിടക്കുന്ന പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഇനി അതൊക്കെയാണ് റിമൂവ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്? അതിൻ്റെ അടുത്ത പ്രോസസ്സാണ് സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ദെൻ സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാർട്ടിക്കിൾസിനെ സെറ്റിൽ ചെയ്യിക്കുകയാണ്. അതായത് വാട്ടറിൻ്റെ, നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത്, മണ്ണ് കലക്കിയിട്ട് വെള്ളം എടുത്ത് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ എന്തുണ്ടായിരിക്കും? പാർട്ടിക്കിൾസ് വന്ന് സെറ്റിലായി കിടക്കുന്നുണ്ടായിരിക്കും. അതുപോലെ നമ്മൾ ഒരു ലാർജ് എമൗണ്ട്, കുറേ വാട്ടർ എടുത്തിട്ട് ഇതിനെ ഒരു പോണ്ട് പോലെയുള്ള സ്ട്രക്ചറിൽ ഇട്ടിട്ട് എന്താ ചെയ്യുന്നത്? സെറ്റിൽ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെറ്റിൽ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? പാർട്ടിക്കിൾസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴിയായിരിക്കും. ഗ്രാവിറ്റി ഫോഴ്സ് കാരണമാണ് നമ്മുടെ താഴെ പാർട്ടിക്കിൾസ് വന്ന് സെറ്റിലാവുന്നത്. എന്നിട്ട് നമ്മൾ എന്താണ്, സെറ്റിലായിട്ടുള്ള പാർട്ടിക്കിൾസിന് നമ്മൾ ഈ പോണ്ടിൻ്റെ താഴെ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുവഴി നമ്മൾ ഔട്ട്ലെറ്റ് ഉണ്ടായിരിക്കും. ഈ ഔട്ട്ലെറ്റ് വഴി ആ പാർട്ടിക്കിൾസിനെ, താഴെ വന്ന് അടിഞ്ഞു കിടക്കുന്ന ആ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യും. ദെൻ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഫ്രഷ് വാട്ടറിനെ നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്യും. ദെൻ സെഡിമെൻറ്റേഷൻ, ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. ഇത് നമ്മൾ മുൻപേ യൂസ് ചെയ്ത് വരുന്നതാണ്. ആൻഡ് യൂസസ് ഗ്രാവിറ്റി ടു സെപ്പറേറ്റ് പാർട്ടിക്കിൾസ് ഫ്രം വാട്ടർ. വാട്ടറിന് പാർട്ടിക്കിൾസിനെ ഗ്രാവിറ്റി ഫോഴ്സ് യൂസ് ചെയ്തിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓഫൻ ഫോളോസ് കൊയാഗുലേഷൻ ആൻഡ് ഫ്ലോക്കുലേഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊയാഗുലേഷനും ഫ്ലോക്കുലേഷനും ചെയ്യും. അതെന്താ കൊയാഗുലേഷൻ, ഫ്ലോക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടേംസൊക്കെ നമുക്ക് ഫെമിലിയർ ആയിരിക്കും അല്ലേ? കൊയാഗുലേഷൻ അതായത് നമ്മൾ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും ഇതിൻ്റെ അകത്ത് സസ്പെൻഡഡ് ആയി കിടക്കുന്ന പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അതിന് നമുക്ക് സെറ്റിൽ ചെയ്യാനും പറ്റില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൊയാഗുലേഷനും ഫ്ലോക്കുലേഷനും ചെയ്യുന്നത്. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കൊയാഗുലൻസ് ഇതിൻ്റെ ആഡ് ചെയ്യും. ആ പ്രോസസ്സ് നമുക്ക് പറയാം എന്താണെന്ന്. ദെൻ in sedimentation, the settleable solids are removed by gravitational settling under quiescent conditions. നമ്മൾ ഇതിൽ എന്താണ് ചെയ്യുന്നത്? ഗ്രാവിറ്റേഷണൽ സെറ്റിലിംഗ് ആണ് നടത്തുന്നത്. ആൻഡ് ദി സ്ലഡ്ജ് ഫോംഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ടാങ്ക് ഇസ് റിമൂവ്ഡ് ആസ് അണ്ടർ ഫ്ലോ എയ്തർ ബൈ വാക്യൂം സെക്ഷൻ ഓർ ബൈ റാക്കിംഗ് ഇറ്റ് ഇൻ ടു എ ഡിസ്ചാർജ് പോയിൻറ്റ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ടാങ്ക് ഫോർ വിഡ്രോവൽ. അപ്പം നമ്മൾ ഇനി ഇതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള സാധനങ്ങൾ റിമൂവ് ചെയ്യണം. അണ്ടർ ഫ്ലോ ആയിട്ട് റിമൂവ് ചെയ്യണം. അതെങ്ങനെയായിരിക്കും? വാക്യൂം സെക്ഷൻ, വാക്യൂം യൂസ് ചെയ്തിട്ട് നമ്മൾ സക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റാക്കിംഗ് ഇറ്റ് ഇൻ ടു എ ഡിസ്ചാർജ് പോയിൻറ്റ്. നമ്മുടെ ബോട്ടം പോർഷനെ നമ്മൾ എന്ത് ചെയ്യാണ്? റാക്ക് ചെയ്യാണ്. ഒരു ഡിസ്ചാർജ് പോയിൻറ്റിലോട്ട് റാക്ക് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്താണ് പറയുന്നത്? റാക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ചരിച്ചിട്ടായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ആൻഡ് അങ്ങനെ നമ്മൾ ഈ താഴെ അടിഞ്ഞിട്ടുള്ള ഈ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഫ്രഷ് വാട്ടറിനെ വേറൊരു സ്ഥലത്തേക്കും റിമൂവ് ചെയ്യും.
പിന്നെ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദ ക്ലിയർ ലിക്വിഡ് പ്രൊഡ്യൂസ്ഡ് ഇസ് നോൺ ആസ് ഓവർഫ്ലോ. നമുക്കിപ്പോൾ ഈ സെഡിമെൻ്റ് എന്താണ് ഈ സെറ്റിലായ പാർട്ടിക്കിൾസിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ക്ലിയർ വാട്ടറിനെ നമ്മൾ ഓവർഫ്ലോ എന്നാണ് പറയുന്നത്. And a sedimentation tank in wastewater treatment removes particles from the water. Coagulants are typically added to the water before sedimentation to aid the settling process. ആൻഡ് അപ്പോൾ നമ്മൾ കൊയാഗുലൻസ് ആഡ് ചെയ്യുന്നത് ഇപ്പോൾ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ട് നമ്മുടെ വാട്ടറിൽ. പിന്നെയും എന്താണ് ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ന് പറയും. കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചെറിയ പാർട്ടിക്കിൾസ് ആയിരിക്കും. ഈ പാർട്ടിക്കിൾസ് നമുക്ക് സെറ്റിൽ ചെയ്തിട്ട് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കൊയാഗുലൻസ് ആഡ് ചെയ്യും. കൊയാഗുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാട്ടറിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിൾസിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ ഇവർ കൊയാഗുലൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്മോൾ ടിനി പാർട്ടിക്കിൾസിനെ ഇവർ അട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ ഫ്ലോക്ക് ഉണ്ടായിരിക്കും. ഈ ഫ്ലോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഫ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് എല്ലാം കൂടെ കൂടിയിട്ട് ഒരു വലിയ പാർട്ടിക്കിളാവും. ആ പാർട്ടിക്കിളിനെ പിന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ ഈസിയാണ്. അങ്ങനെ ഫ്ലോക്ക് ഉണ്ടാകും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഫ്ലോക്കുലേഷൻ എന്ന് പറയുന്നത്. And sedimentation is a tendency for particle in suspension to settle out of fluid in which they are entrained and come to rest against a barrier. And this is due to their motion through the fluid in response to the forces acting on them. These forces can be due to gravity, centrifugal acceleration or electromagnetism. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ സെഡിമെൻറ്റേഷനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താ, ഓരോ പാർട്ടിക്കിൾസും നമ്മുടെ വാട്ടറിലൂടെ താഴെ വന്നിട്ട് ഗ്രാവിറ്റി ഫോഴ്സ് വഴി, അല്ലെങ്കിൽ നമുക്ക് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ യൂസ് ചെയ്യാം, അതും അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാർട്ടിക്കിൾസിനെ ഫ്ലൂയിഡിലൂടെ വന്നിട്ട് അത് ഒരു ബാരിയറിൽ സെറ്റിൽ ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത്, സെഡിമെൻറ്റേഷൻ കഴിഞ്ഞു, അടുത്തൊരു പ്രോസസ്സാണ് ഫ്ലോട്ടേഷൻ. ഫ്ലോട്ടേഷൻ എന്തായിരിക്കും? ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലോട്ട് ചെയ്യിപ്പിക്കുക. അതിൻ്റെ പേരിലുള്ള പോലെ തന്നെ നമ്മുടെ പാർട്ടിക്കിൾസിനെ നമ്മൾ നേരത്തെ സെഡിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യിപ്പിച്ചത്, സെറ്റിൽ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. ഇവിടെ പക്ഷേ നമ്മൾ ഫ്ലോട്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. Particles of density very close to that of water are very difficult to settle in normal sedimentation tanks and take a long time for separation. In such cases, separation can be speeded up by aerating the effluent, whereby air bubbles are attached to suspended matter. അതായത് ഇവിടെ എന്താണ് ഉണ്ടാകുന്നത് വെച്ചാൽ, ചില പാർട്ടിക്കിൾ ഉണ്ടായിരിക്കും, ഇവരുടെ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിൻ്റെ സെയിം ഡെൻസിറ്റി ആയിരിക്കും. വാട്ടറിൻ്റെ സെയിം ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് സെറ്റിലാവില്ല, വാട്ടറിൻ്റെ ഒപ്പം തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വേസ്റ്റ് വാട്ടറിലോട്ട് കുറച്ച് ബബിൾസിനെ കൊടുക്കും. ബബിൾസിനെ വേസ്റ്റ് വാട്ടറിൻ്റെ താഴേന്ന് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ബബിൾസിൽ ഇതെന്താണ്, ഈ പാർട്ടിക്കിൾസ് അറ്റാച്ച് ചെയ്യും. അങ്ങനെ വരുന്നതാണ് എന്താണ് പ്രോസസ്സിനെയാണ് നമ്മൾ ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഫ്ലോട്ടേഷൻ എൻ എ എക്സ്ട്രാക്റ്റീവ് പ്രോസസ് വേർ വാരിയസ് മിനറൽസ് ക്യാൻ ബി സെലക്റ്റീവ്ലി എക്സ്ട്രാക്റ്റഡ്. നമുക്ക് സെലക്റ്റീവ്ലി മിനറൽസിനെ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫോർ എക്സാമ്പിൾ ഇൻ പോളിമെറ്റൽ ഓർസ് സച്ച് ആസ് lead, zinc, copper, flotation allows separate extraction for lead, copper and zinc. നമുക്ക് അതായത് കുറേ മിനറൽസ് ഉണ്ടായി കഴിഞ്ഞാലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. And the process of separation of mineral include 3 important mechanism: true flotation, entrainment, agitation. ഇതാണ് 3 മെക്കാനിസം എന്ന് പറയുന്നത്. ട്രൂ ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാൽ സെലക്റ്റീവായിട്ട് നമ്മൾ എയർ ബബിൾസിൽ അറ്റാച്ച് ചെയ്യുന്നതാണ്. ദെൻ എൻട്രൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ വിച്ച് പാസസ് ത്രൂ ദ ഫ്രോത്തിലൂടെ പാസ് ചെയ്യുന്ന വാട്ടർ.
ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജിറ്റേഷനാണ്. അജിറ്റേഷൻ നമ്മൾ ഫിസിക്കൽ ഫോഴ്സ് യൂസ് ചെയ്തിട്ട് അജിറ്റേറ്റ് ചെയ്യും. അജിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഒരു മൂവ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. അതുവഴി എന്താണ്, പാർട്ടിക്കിൾസിനെ ഫ്രോത്ത് ഫോം ചെയ്യും. ദെൻ ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. ആൻഡ് ദ പ്രോസസ് കമൻസ് വിത്ത് കമ്മ്യൂഷൻ ആൻഡ് ദ ഓർ ഇസ് ground to fine powder and wetted with water to form a slurry, and the surface chemical is mixed with the slurry to render the desired mineral hydrophobic, and in slurry is then placed in the water bath containing froth which is aerated to create bubbles, and desired mineral escape water by getting attached to the air bubble which rise to surface and the form. And fourth is then removed. സോ നമുക്ക് ഇതിൻ്റെ ഒരു ഫിഗർ കാണാം, എന്നിട്ട് ഈ പ്രോസസ്സ് ഒന്നുകൂടെ നോക്കാം. അതായത് ഇതാണ് നമ്മളുടെ ഒരു ടാങ്ക് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ സെല്ല്, ഫ്ലോട്ടേഷൻ നടത്തുന്ന ആ ചേമ്പറിനെ നമ്മൾ സെല്ല് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ പൾപ്പുണ്ട്. ഈ പൾപ്പ് എന്ത് ചെയ്യുന്നു, ഈ സെല്ലിൻ്റെ അകത്ത് വയ്ക്കുന്നു. അത് കഴിഞ്ഞ് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു അജിറ്റേറ്റർ ഉണ്ടായിരിക്കും. ഈ അജിറ്റേറ്റർ ത്രൂ ആണ് നമ്മൾ എയറിനെ നമ്മൾ ഇതിൻ്റെ ഏറ്റവും ബോട്ടത്തിലോട്ട് എത്തിക്കുന്നത്. ഈ എയർ ബബിൾ ഇതിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ഇതിലുള്ള മിനറൽ എന്ത് ചെയ്യും, ഈ ബബിളിനെ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത്, ഈ ബബിൾസ് ആയത് കാരണം അതിൻ്റെ സർഫസിൽ ഈ പാർട്ടിക്കിൾസ് അറ്റാച്ച് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദെൻ എയർ ബബിളാണ്. എയർ ബബിളിന് വാട്ടറിനേക്കാളും ഡെൻസിറ്റി കുറവാണ്. അത് കാരണം അത് എന്താണ്, മുകളിലോട്ട് പൊങ്ങി വരും. എന്നിട്ട് അതിൻ്റെ ടോപ്പിൽ എന്താണ്, ഒരു ഫ്രോത്ത് ഫോം ചെയ്യും, മിനറലൈസ്ഡ് ഫ്രോത്ത്. അതായത് ഇതിൽ മൊത്തം മിനറൽസ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഇതിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ പ്രോസസ്സാണ് നമ്മൾ എന്തിൽ ചെയ്യുന്നത്, നമ്മുടെ ഇതിൻ്റെ റിമൂവലിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. വേസ്റ്റ് വാട്ടറിൽ ചെറിയ ടിനി പാർട്ടിക്കിൾസിൻ്റെ റിമൂവലിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഈ പ്രോസസ്സാണ്. സോ ഇത്രയാണ് നമ്മുടെ സെഡിമെൻറ്റേഷൻ ആൻഡ് കൊയാഗുലേഷൻ, ഫ്ലോട്ടേഷൻ വരുന്നത്.